ഗ്യാപ്പില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ വേർഡിങ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചാപ്റ്റർ നമ്പർ 2 ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലുള്ള ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സിംപ്ലി വി ക്യാൻ സേ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പിനെ പറ്റി ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്യാപ്പ് എന്താണെന്നും ഈ ഗ്യാപ്പിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസുകളാണ് പറയുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമുക്കറിയാം, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ലോകത്ത് എല്ലാ രാജ്യത്തിലും എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് യൂണിഫോമിറ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും കമ്പയർ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സിംപ്ലി ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏകദേശം 13 പ്രിൻസിപ്പിൾസുകളാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതായത് ഈ പേരിലുള്ള പോലെ തന്നെ എൻറ്റിറ്റി എന്നുള്ള ടേം നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ളതിനാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ് ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള സെപ്പറേറ്റ് ആയിട്ട്, നമ്മളൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു പേരിടുന്നത് പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേര് കൊടുത്ത് അതിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ ഓണറും ആ ബിസിനസ്സും രണ്ടായിട്ട് നിങ്ങൾ കാണണം. പേഴ്സണൽ ട്രാൻസാക്ഷൻസും ബിസിനസ് ട്രാൻസാക്ഷൻസും ഒന്നും മിക്സ് ചെയ്യരുത്. ഇങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. നമുക്കൊരു സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇങ്ങനെ പറ്റും. അപ്പൊ നമ്മുടെ 2 ഫിംഗേഴ്സുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഒരു സിംഗിൾ ഹാൻഡ് നമുക്കത് വേറെ എവിടെയും ടച്ച് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരിക്കലും പറ്റില്ല. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് സൗണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റ്, വിച്ച് മീൻസ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 2 കൈകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസുകളെ നമുക്ക് പരിചയപ്പെടാൻ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു റിസീവിംഗ് ആസ്പെക്ട്സ് ഉണ്ടാവും, ഗിവിംഗ് ആസ്പെക്ട്സും ഉണ്ടാവും. അതായത് ഒരു സെയിൽ നടക്കുകയാണെങ്കിൽ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഒരു പർച്ചേസ് നടക്കുകയാണെങ്കിൽ സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ക്യാഷ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു റിസീവിംഗ് ഗിവിംഗ് ആസ്പെക്ട്സിലാണ് ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നത്. ഈ ട്രാൻസാക്ഷൻസുകളാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പഠിച്ചെടുക്കാം. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. വൺ ഈസ് റിസീവിംഗ് ആസ്പെക്ട്സ്, അനദർ വൺ ഈസ് ഗിവിംഗ് ആസ്പെക്ട്സ്. തേർഡ് വണ്ണിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, ട്രാൻസാക്ഷൻസുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. എങ്ങനത്തെ? മണി ട്രാൻസാക്ഷൻസുകൾ. സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ ക്യാരക്ടർ വരുന്ന മണി മെഷർമെന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസുകൾ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ കാണിക്കില്ല. ഇത് പറയുന്ന കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നമ്മുടെ ബിസിനസ് ഓൺഗോയിങ് ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും പൂട്ടില്ല. ഒരു ബിസിനസ് മാൻ്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിന്റെ പെർസ്പെക്റ്റീവില് ഈ ബിസിനസ് ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ സപ്ലയേഴ്സ് ബിസിനസ്സിലോട്ട് കടത്തിന് സാധനങ്ങൾ തരുന്നതും, അതേപോലെ തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളിലോട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെർസ്പെക്റ്റീവ് വെക്കുന്നതും, അതേപോലെ തന്നെ നമ്മൾ അടുത്ത വർഷങ്ങളിലേക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒക്കെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഒരുപാട് കാലത്തേക്ക് മുന്നോട്ടേക്ക് പോകും എന്നുള്ള ചിന്തയാണ്. നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അതായത് ഒരു ബിസിനസ്സിൽ നമുക്ക് ട്രാൻസാക്ഷൻസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് ലാഭവും നഷ്ടവും കാണണം. എപ്പോ? ഒരു ഫിക്സഡ് ഇന്റർവെൽ വെച്ചുകൊണ്ട് ചെയ്യണം. ആ ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുന്നതാണ് 1 ഇയർ എന്നുള്ളത്. ആ 1 ഇയർ ചിലരുടെ ധാരണ ഫൈനാൻഷ്യൽ ഇയർ തന്നെ ആവണമെന്നാണ്. അങ്ങനെയില്ല, കലണ്ടർ ഇയർ ആയാലും ഫൈനാൻഷ്യൽ ഇയർ ആയാലും 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലാഭവും നഷ്ടവും കാണും. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാച്ചിങ് കോൺസെപ്റ്റ്. അതായത് ഒരു വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ കാണുന്ന സമയത്ത് ആ വർഷത്തെ റവന്യൂവും അതിനെ അസോസിയേറ്റ് ചെയ്തുള്ള എക്സ്പെൻസുകൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. എന്നാലല്ലേ ആ വർഷത്തെ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷത്തെ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആ വർഷത്തെ ഇൻകംസും അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ മാത്രമേ നമ്മൾ കാണിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് പറയുന്ന കോൺസെപ്റ്റ് ആണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഒരു വർഷത്തെ ഇൻകവും എക്സ്പെൻസും മാച്ച് ആവണമെന്നാണ് സിമ്പിൾ ലോജിക്ക്, വിച്ച് മീൻസ് അത് ഈക്വൽ ആകണമെന്നല്ല. ആ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസുകളെ കാണിക്കാൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ് 7th വൺ, ഒരു റവന്യൂ നമ്മൾ എപ്പോഴാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, മാർച്ച് 28 സ്വിഗ്ഗിയിൽ ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഞാൻ എന്ത് ചെയ്തു, കഴിച്ചു. മാർച്ച് 28 കഴിച്ചു. ബട്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ല. പേയ്മെന്റ് ഞാനൊരു ഏപ്രിൽ 10 ചെയ്യുന്നത് വിചാരിക്കാം. ഇമാജിൻ, ഐ ഡോണ്ട് നോ ദാറ്റ് ഇസ് പോസിബിൾ. അങ്ങനെ ഒരു ഇമാജിനേഷൻ നമ്മൾ വെക്കുകയാണെങ്കിലും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഒക്കെ മാർച്ചിൽ ക്ലോസ് ആവൂലേ. അപ്പൊ മാർച്ചിൽ നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഏപ്രിലാണ് ഈ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അക്കൗണ്ടൻസിയിൽ എപ്പോഴാണ് കാണിക്കേണ്ടത്? പേയ്മെന്റ് കൊടുക്കുന്ന ഏപ്രിലാണോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച മാർച്ചിലാണോ?
നമ്മളിത് മാർച്ചിൽ കാണിക്കണം. കാരണം ആ സമയത്താണ് നമ്മളിത് റിയലൈസ് ചെയ്തത്, ഇത്ര ക്യാഷ് ഇവിടെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത്ര കൊടുക്കണം, ഈ പരിപാടിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ് എന്ന കോൺസെപ്റ്റ്, ഇതിൻ്റെ മറ്റൊരു പേരാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്നുള്ളത്. ഒരു റവന്യൂ അതിൻ്റെ എപ്പോഴാണ് ആ സെയിൽ നടന്നിട്ടുള്ളത്, ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ സമയത്ത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ടൈം ഓഫ് റെക്കഗ്നിഷൻ ഓഫ് റവന്യൂ ആ സെയിൽ നടന്ന സമയമായിരിക്കണം. അത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു ലോസ്, ഈ വർഷം നടന്ന ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നമുക്കൊരു നഷ്ടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ, ഒരു ലോസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ വർഷം അത് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് കാണിക്കണം എന്ന് പറയുന്നതാണ് നമ്മളുടെ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു നഷ്ടം, ഒരു ലോസ് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ യൂസേഴ്സിനൊക്കെ അത് എന്ത് ചെയ്യാം, ഒന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, അവർക്ക് അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതുകൊണ്ട് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട്, ആക്ച്വൽ എക്സ്പെൻസ് അല്ല, ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കാണിക്കണം. ഇനി അത് അടുത്ത വർഷം അത് എക്സ്പെൻസ് വന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, അത് ഇൻകം ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. എക്സ്പെൻസുകൾ മാത്രം, ഇൻകംസുകൾ കാണിക്കേണ്ട, എസ്റ്റിമേറ്റഡ് ലോസസുകൾ നമ്മൾ എന്ത് ചെയ്യാം, കാണിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഞാനൊരു 2022 ഒരു $15,000 ഒരു ബിൽഡിംഗ് വാങ്ങി വിചാരിക്കാം, ഡോളർ റുപ്പീസ് വട്ടർ ഇറ്റ് ഈസ്, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങി വിചാരിക്കാം. ഒരു 2026 ആകുമ്പോഴേക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ പ്രൈസ്, മാർക്കറ്റ് വാല്യൂ 80,000 ആയി. അപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ നമ്മൾ വാങ്ങിയ വിലയാണ് ഉണ്ടാവുക, 50,000 ആണ് ഉണ്ടാവുക. കാരണം ആ സമയത്ത് നമ്മൾ അത് വാങ്ങിയപ്പോൾ അക്കൗണ്ട്സിൽ എഴുതിയിട്ടുണ്ടാവും. എന്റെ ചോദ്യം, നമ്മൾ ഈ 2026 ആയാൽ ആ 50,000 ഒഴിവാക്കി അതിന്റെ വാല്യൂ 80,000 എന്നാക്കി ബാലൻസ് ഷീറ്റിൽ റീപ്ലേസ് ചെയ്യണോ? മാർക്കറ്റ് വാല്യൂ 80,000 ആയിട്ടുണ്ട്, വേണ്ട എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു അസറ്റ് എപ്പോഴാണോ വാങ്ങിയിട്ടുള്ളത് ആ വാങ്ങിയ വിലയിൽ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. അതിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നമ്മൾ അസറ്റ് വാങ്ങുമ്പോൾ കടയിൽ കൊടുത്ത പ്രൈസ് മാത്രമല്ല, അത് റെഡി ടു യൂസ് ആകുന്നത് വരെ എന്തെങ്കിലും ഇൻസ്റ്റാളേഷനോ ഫ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ടുള്ള കോസ്റ്റ് ആണ് ആസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇത് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. അതായത് സിംപ്ലി വി ക്യാൻ സേ നത്തിങ് ഈസ് ഹിഡൻ, എവറിത്തിങ് ഈസ് പ്രസന്റഡ്. നമുക്ക് ഇഷ്ടമുള്ള ചില ബില്ലുകൾ കാണിക്കുക, ചില ബില്ലുകൾ കാണിക്കാതിരിക്കുക. ഈ ഒരു പെർസ്പെക്റ്റീവിലോട്ട് നമ്മൾ വന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ലോസ് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഒന്നും മറച്ചു വെക്കരുത്, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അക്കൗണ്ടൻസിയിൽ ജേർണൽ എഴുതി, ലെഡ്ജർ എഴുതി എല്ലാം കാണിക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിലേതെങ്കിലും ഒരു ഐറ്റം മിസ്സായി പോയാൽ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ മാറുന്നില്ലേ, എല്ലാം മാറുന്നില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത്, എല്ലാം നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഇതിന് കൂടെ പഠിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുമ്പോഴും നമുക്ക് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ബെസ്റ്റ് എക്സാമ്പിൾ ഒരു ഫ്രാക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും ഫ്രാക്ഷൻസ്, ഡെസിമൽസുകൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മേ ബി ഓവർലോഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രാക്ഷൻസുകളൊക്കെ പോലത്തെ യൂസേഴ്സിന്റെ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഗ്നോർ ചെയ്യാം. എന്നാൽ യൂസേഴ്സിന്റെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് അതിനെ മെറ്റീരിയൽ ഐറ്റം എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യരുത്, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി 2 മെത്തേഡ് ഉണ്ട്, SLM മെത്തേഡ്, WDV മെത്തേഡ് എന്ന് പറഞ്ഞ 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഏത് മെത്തേഡാണോ ചൂസ് ചെയ്തിട്ടുള്ളത് ആ മെത്തേഡ് തന്നെ നിങ്ങൾ ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് കൊണ്ടുവരണം. നിങ്ങളിങ്ങനെ മെത്തേഡുകൾ മാറ്റി കളിക്കുമ്പോൾ അത് നമ്മുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സിനെ ബാധിക്കും. ഇങ്ങനെ ഡിപ്രീസിയേഷന്റെ കേസ് മാത്രമല്ല, ഏതൊരു അക്കൗണ്ടിങ് പോളിസീസ് മെത്തേഡ്സുകൾ നിങ്ങൾ യൂസ് ചെയ്താലും ആ പോളിസി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് ഓർ വെരിഫയബിലിറ്റി കോൺസെപ്റ്റ്. അതായത് നമ്മൾ ജേർണൽ എഴുതുമ്പം എവിടെ നോക്കിയിട്ടാണ് എഴുതേണ്ടത്? ബില്ലോ, ഇൻവോയ്സോ, റെസീറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു സോഴ്സ് ഡോക്യുമെന്റ് വേണം. അത് നോക്കിയിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് എഴുതുക. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് കീപ്പിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തെളിവില്ലാതെ ഒന്നും എഴുതരുത്. വിച്ച് മീൻസ് നിങ്ങൾ എഴുതുന്ന എല്ലാ ജേർണൽ എൻട്രികൾക്കും അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനും തെളിവായിട്ട് ഒരു സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ റെസീറ്റോ, ഇൻവോയ്സോ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്
ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ വെരിഫയബിലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ടൊന്നും എന്ത് ചെയ്യരുത്, എഴുതാൻ പാടില്ല, എല്ലാത്തിനും തെളിവുണ്ടായിരിക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ 13 പ്രിൻസിപ്പിൾസുകളാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പലതും ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കാതെ ഈ 13 പ്രിൻസിപ്പിൾസുകളും എന്താണെന്നും അതിലെന്താണ് പറയുന്നതെന്നും മനസ്സിലാക്കിയാൽ ഇതിൽ ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 5+ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചാപ്റ്ററിലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.